ആകാശവാണി വാർത്താവീക്ഷണം. മണ്ണിൽ നിന്ന് വിണ്ണിലേക്ക് ഇന്ത്യയുടെ ബഹിരാകാശ ജൈത്രയാത്ര. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മാധ്യമപ്രവർത്തകൻ. അവതരണം ബിന്ദു വിനോദ്. മാനവരാശിയുടെ അറിവിന്റെ ചക്രവാളങ്ങൾ വികസിപ്പിക്കുന്നതിലും സാങ്കേതിക പുരോഗതി കൈവരിക്കുന്നതിലും ബഹിരാകാശ ഗവേഷണത്തിനുള്ള പങ്ക് അതുല്യമാണ്. ഭൂമിക്കപ്പുറമുള്ള പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ തേടിയുള്ള മനുഷ്യന്റെ നിരന്തര പരിശ്രമങ്ങൾ ശാസ്ത്രലോകത്തിന് അനവധി നേട്ടങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. ഇന്ത്യയും ഈ രംഗത്ത് ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾ കൈവരിച്ച രാജ്യമാണ്. ഇന്ത്യയുടെ ശാസ്ത്ര പുരോഗതിയുടെ പ്രതീകമാണ് നാം ആഘോഷിക്കുന്ന ദേശീയ ബഹിരാകാശ ദിനം. ചന്ദ്രയാൻ 3 ദൌത്യത്തിന്റെ ചരിത്രപരമായ വിജയത്തിന്റെ സ്മരണ പുതുക്കിയാണ് രാജ്യം ദേശീയ ബഹിരാകാശ ദിനം ആഘോഷിക്കുന്നത്. യുവതലമുറയിൽ ശാസ്ത്രീയ മനോഭാവം വളർത്താനും ബഹിരാകാശ ഗവേഷണ രംഗത്തേക്ക് കൂടുതൽ പേരെ ആകർഷിക്കാനും ദിനാചരണം വലിയ പങ്കുവഹിക്കുന്നു. രാജ്യത്തിന്റെ വളർച്ചയും ശാസ്ത്രീയ മുന്നേറ്റങ്ങളും ഓർമ്മിപ്പിക്കുന്നതിനൊപ്പം വികസിത ഭാരതമെന്ന ഭാവി സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ ദിനാചരണം നിർണായക സ്വാധീനമാണ് ചെലുത്തുന്നത്. ദേശീയ ബഹിരാകാശ ദിനം ഇന്ത്യയിൽ എല്ലാ വർഷവും ഓഗസ്റ്റ് 23-നാണ് ആഘോഷിക്കുന്നത്. 2023 ഓഗസ്റ്റ് 23-ന് ചന്ദ്രയാൻ 3 ദൌത്യത്തിലെ വിക്രം ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് ഇന്ത്യയുടെ ചരിത്ര നേട്ടമാണ്. തുടർന്ന് പ്രഗ്യാൻ റോവറും പ്രവർത്തന സജ്ജമാക്കി. ലാൻഡിംഗ് സൈറ്റിന് ശിവശക്തി എന്ന അവിസ്മരണീയമായ പേരാണ് നൽകിയത്. ഈ ഉജ്ജ്വല നേട്ടമാണ് ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തിന് വഴി തുറന്നത്. ചരിത്ര വിജയത്തിന് തൊട്ടുപിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മഹത്തായ നേട്ടത്തിന്റെ ഓർമ്മയ്ക്കായി ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിച്ചു. ഈ വർഷം ഓഗസ്റ്റ് 23-ന് ഇന്ത്യ 3ാം ദേശീയ ബഹിരാകാശ ദിനം ആഘോഷിക്കുകയാണ്. ചരിത്രപരമായ ഈ നേട്ടത്തിൽ സന്തോഷം പങ്കുവച്ച പ്രധാനമന്ത്രി കൺമുന്നിൽ ഒരു വലിയ ചരിത്രം ജനിക്കുന്നത് കാണാൻ കഴിയുന്നത് ഏതൊരു തലമുറയുടെയും ജീവിതത്തിലെ ഏറ്റവും അപൂർവവും ധന്യവുമായ അനുഭവമാണെന്ന് പറഞ്ഞു. ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെയും സ്പർശിക്കുന്നു ഇന്ത്യയുടെ ബഹിരാകാശ ഗാഥ എന്ന സന്ദേശവുമായി 2024 ഓഗസ്റ്റ് 23-നാണ് രാജ്യം ആദ്യ ദേശീയ ബഹിരാകാശ ദിനം ആഘോഷിച്ചത്. ബഹിരാകാശ രംഗത്ത് ഇന്ത്യ കൈവരിച്ച മികച്ച നേട്ടങ്ങൾ, സമൂഹത്തിന് അത് നൽകുന്ന സാധ്യതകൾ, ഈ മേഖലയിൽ എല്ലാവർക്കും ലഭ്യമാകുന്ന അനന്തമായ അവസരങ്ങൾ എന്നിവ ഉയർത്തിക്കാട്ടിയാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. നമ്മുടെ ശാസ്ത്രജ്ഞരുടെ അശ്രാന്ത പരിശ്രമത്തിലൂടെ ഇന്ത്യ ഇപ്പോൾ ചന്ദ്രനിൽ എന്ന യാഥാർത്ഥ്യം ലോകത്തിനു മുന്നിൽ പ്രഖ്യാപിക്കപ്പെട്ടു. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യ രാജ്യമെന്ന പദവിയോടൊപ്പം US, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ചന്ദ്രോപരിതലത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യമെന്ന ചരിത്ര നേട്ടവും ചന്ദ്രയാൻ 3 ദൌത്യം ഇന്ത്യക്ക് സമ്മാനിച്ചു. വികസിത ഭാരതത്തിലേക്ക് നൂതനാശയങ്ങളും പങ്കാളിത്തവും വഴി ആഗോള ബഹിരാകാശ രംഗത്ത് മുൻനിരയിൽ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ബഹിരാകാശ ശാസ്ത്രത്തെയും സാങ്കേതിക വിദ്യയെയും കുറിച്ച് ജനങ്ങളിൽ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം വളർത്തുക എന്നതാണ് ബഹിരാകാശ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. ദിനാഘോഷങ്ങളുടെ ഭാഗമായി VSSC, LPSC, IISU, IIST എന്നീ സ്ഥാപനങ്ങൾ സംയുക്തമായി കേരളം, മാഹി, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. സ്കൂളുകളിലും വിവിധ കേന്ദ്രങ്ങളിലും ഏകദിന ശില്പശാലകളും നടത്തും. ഇന്ത്യയുടെ ചാന്ദ്രദൌത്യങ്ങൾ രാജ്യത്തിന്റെ ശാസ്ത്ര സാങ്കേതിക മുന്നേറ്റങ്ങളോടുള്ള മികച്ച പ്രതിബദ്ധത വ്യക്തമാക്കുന്നതാണ്. 2008 വിക്ഷേപിച്ച ആദ്യ ചാന്ദ്രദൌത്യമായ ചന്ദ്രയാൻ 1 ആണ് ഈ ചരിത്രപരമായ യാത്രയ്ക്ക് തുടക്കമിട്ടത്. തുടർന്ന് 2019 വിക്ഷേപിച്ച ചന്ദ്രയാൻ 2 ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിയെ കൂടുതൽ കരുത്തുറ്റതാക്കി. ചന്ദ്രയാൻ 3 ദൌത്യത്തിന് ശേഷം ഇന്ത്യ ബഹിരാകാശ രംഗത്ത് കൈവരിച്ചത് വൻ മുന്നേറ്റങ്ങളാണ്. ലോകത്തിലെ പ്രമുഖ ബഹിരാകാശ ഏജൻസികളുമായുള്ള സഹകരണം ഇന്ത്യയുടെ വളർന്നുവരുന്ന ആഗോള പ്രശസ്തിയുടെ വ്യക്തമായ തെളിവാണ്. ഇതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് നാസയും ISROയും സംയുക്തമായി വികസിപ്പിച്ച നിസർ ദൌത്യം. 2025 ജൂലൈ 30-ന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് പേടകം വിജയകരമായി വിക്ഷേപിച്ചു. ഇത് ഭൂമിയുടെ ആവാസ വ്യവസ്ഥയെക്കുറിച്ച് മുൻപില്ലാത്ത വിധം സമഗ്രമായ വിവരങ്ങളാണ് നൽകുന്നത്. അതോടൊപ്പം മനുഷ്യരെ പങ്കാളികളാക്കിയുള്ള ബഹിരാകാശ ദൌത്യങ്ങളിലും രാജ്യം ചരിത്രപരമായ നേട്ടം കൈവരിച്ചു. 2025 ജൂൺ 25-ന് വിക്ഷേപിക്കുകയും ജൂലൈ 15-ന് സുരക്ഷിതമായി തിരിച്ചിറങ്ങുകയും ചെയ്ത ആക്സിയം 4 ദൌത്യത്തിലൂടെ
അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനായി ശുഭാംശു ശുക്ല മാറി. ഈ ദൌത്യത്തിനിടെ ഇന്ത്യൻ ഗവേഷണ സ്ഥാപനങ്ങൾ വികസിപ്പിച്ച 7 സൂക്ഷ്മ ഗുരുത്വാകർഷണ പരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തുകയുണ്ടായി. ബഹിരാകാശത്ത് പേശികളുടെ പുനരുജ്ജീവനം, പായലുകളുടെ വളർച്ച, വിളകളുടെയും സൂക്ഷ്മാണുക്കളുടെയും നിലനിൽപ്പ്, മനുഷ്യന്റെ ചിന്താശേഷി, സയനോബാക്ടീരിയകളുടെ പെരുമാറ്റം എന്നിവയെക്കുറിച്ചാണ് പഠനങ്ങൾ. സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റാണ് ദൌത്യം വിജയകരമായി വിക്ഷേപിച്ചത്. 1984 രാകേഷ് ശർമ്മ നടത്തിയ ചരിത്രപ്രസിദ്ധമായ യാത്രയ്ക്ക് ശേഷം ഒരു ഇന്ത്യൻ പൗരൻ പങ്കാളിയാകുന്ന ആദ്യ ബഹിരാകാശ ദൌത്യമായിരുന്നു അത്. 2018 ഓഗസ്റ്റ് 15 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗഗൻയാൻ പദ്ധതി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെയാണ് ഈ മുന്നേറ്റങ്ങൾക്ക് തുടക്കമായത്. തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സ്വന്തം ബഹിരാകാശ യാത്രികരെ വിക്ഷേപിക്കാനുള്ള ഇന്ത്യയുടെ ദേശീയ ദർശനത്തിലെ നിർണായകമായ ഒരു നിമിഷമായിരുന്നു അത്. മംഗൾയാൻ എന്ന ചൊവ്വ ഭ്രമണപഥ ദൌത്യത്തിലൂടെയാണ് ഇന്ത്യ അന്തർഗ്രഹ പര്യവേക്ഷണത്തിന് തുടക്കമിട്ടത്. 2014 സെപ്റ്റംബർ 24 വിജയകരമായി ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തിയതോടെ ആദ്യ ശ്രമത്തിൽ തന്നെ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ രാജ്യമായി ഇന്ത്യ മാറി. ഇതോടെ നാസ, റോസ്കോസ്മോസ്, യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്നിവയ്ക്ക് ശേഷം ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ പേടകമെത്തിക്കുന്ന 4ാമത്തെ ഏജൻസിയായി ISRO സ്ഥാനം പിടിച്ചു. 6 മാസത്തെ ദൌത്യത്തിനായി രൂപകൽപ്പന ചെയ്ത മംഗൾയാൻ പ്രതീക്ഷകൾ മറികടന്ന് 8 വർഷത്തിലേറെക്കാലം പ്രവർത്തനക്ഷമമായി തുടർന്നു. ആദിത്യ L1 ദൌത്യത്തിലൂടെ സൂര്യനെക്കുറിച്ചുള്ള പഠനത്തിലും ഇന്ത്യ നിർണായകമായ ചുവടുവയ്പ് നടത്തി. ഈ നേട്ടങ്ങൾ ആഗോളതലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ ഉയർത്തുകയും ശാസ്ത്രീയ ഗവേഷണങ്ങൾക്കും സാങ്കേതിക നവീകരണങ്ങൾക്കും വലിയ പ്രചോദനമായി മാറുകയും ചെയ്തിട്ടുണ്ട്. ചന്ദ്രനിലും ചൊവ്വയിലും കൈവരിച്ച നേട്ടങ്ങളുടെ കരുത്തിൽ ആദ്യ ശുക്രദൌത്യത്തിനൊരുങ്ങുകയാണ് ഇന്ത്യ. കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയ ശുക്ര ഭ്രമണപഥ ദൌത്യം 2028 മാർച്ചിൽ വിക്ഷേപിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇന്ത്യ സ്വന്തമായി വികസിപ്പിക്കുന്ന ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ബഹിരാകാശ പര്യവേഷണത്തിൽ വലിയ കുതിപ്പാവും. ബഹിരാകാശത്ത് ഗവേഷണങ്ങൾ നടത്താനും ശാസ്ത്രജ്ഞർക്ക് തങ്ങാനുമുള്ള ഇന്ത്യയുടെ സ്വന്തം കേന്ദ്രമാണിത്. ISRO രൂപകൽപ്പന ചെയ്യുന്ന ഈ പദ്ധതിയിൽ ആകെ 5 മോഡ്യൂളുകളാണ് ഉള്ളത്. ഇതിന്റെ ആദ്യ ഭാഗമായ BAS-01 2028ഓടെ വിക്ഷേപിക്കാനും 2035ഓടെ നിലയം പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കാനുമാണ് വിഭാവനം ചെയ്യുന്നത്. 2014 കേവലം ഒരു ബഹിരാകാശ സ്റ്റാർട്ടപ്പ് മാത്രമുണ്ടായിരുന്ന ഇന്ത്യയിൽ 2026 ഫെബ്രുവരിയിലെ കണക്കുകൾ പ്രകാരം 400-ലധികം സ്റ്റാർട്ടപ്പുകളുണ്ട്. ഉദാരമായ വിദേശ നിക്ഷേപ നയങ്ങളും സ്വകാര്യ പങ്കാളിത്തവും ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിന്റെ വാണിജ്യ സംരംഭങ്ങളുമാണ് ഈ വളർച്ചയ്ക്ക് വേഗം കൂട്ടിയത്. ബഹിരാകാശ സാങ്കേതിക വിദ്യയിലൂടെ സ്വയം പര്യാപ്തതയും ആഗോള പങ്കാളിത്തവും ഉറപ്പാക്കി രാജ്യം മുന്നേറുന്നതിന്റെ തെളിവാണിത്. ചെലവ് കുറഞ്ഞതും പുനരുപയോഗിക്കാവുന്നതുമായ ബഹിരാകാശ ഗതാഗത സംവിധാനങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ വിപ്ലവകരമായ കുതിപ്പാണ് ISROയുടെ പുതിയ ദൌത്യം. ഇന്ത്യയുടെ ബഹിരാകാശ നേട്ടങ്ങൾ രാജ്യത്തിന്റെ ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെ മികച്ച ഉദാഹരണമാണ്. വാർത്താവിനിമയം, കാലാവസ്ഥാ പ്രവചനം, നാവിഗേഷൻ, കൃഷി, ദുരന്ത നിവാരണം, വിദ്യാഭ്യാസം എന്നിവയ്ക്കായി നിരവധി ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചതിലൂടെ രാജ്യത്തിന്റെ വികസനത്തിന് വലിയ പിന്തുണ ലഭിച്ചു. വിദേശ രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങളും വിക്ഷേപിച്ച് ഇന്ത്യ ബഹിരാകാശ വാണിജ്യ രംഗത്തും സ്ഥാനം ഉറപ്പിച്ചു. ഇന്ത്യയുടെ സ്വന്തം ഉപഗ്രഹ ദിശാനിർണയ സംവിധാനമായ നാവിക് രാജ്യത്തുടനീളവും അതിർത്തികളിൽ നിന്ന് 1500 കിലോമീറ്റർ വരെയുള്ള പ്രദേശങ്ങളിലും കൃത്യമായ സ്ഥാനനിർണയം, ദിശാനിർണയം, സമയ വിവര സേവനങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നു. വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും പ്രതീകമാണ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായുള്ള ഇന്ത്യയുടെ ബഹിരാകാശ നേട്ടങ്ങൾ. സ്വയം പര്യാപ്ത ഭാരതം, മേക്ക് ഇൻ ഇന്ത്യ എന്നീ സംരംഭങ്ങളിൽ ഉറച്ച് 2047ഓടെ വികസിത രാഷ്ട്രമായി മാറാനുള്ള കാൽവെപ്പിൽ രാജ്യം ഇന്ന് ആഗോള ബഹിരാകാശ രംഗത്ത് മുൻനിര സ്ഥാനത്ത് തുടരുന്നു. ബഹിരാകാശ രംഗത്തെ നൂതനാശയങ്ങളിലൂടെയും സാങ്കേതിക വികസനത്തിലൂടെയും കൂടുതൽ ശക്തവും സ്വയം പര്യാപ്തവും ആഗോളതലത്തിൽ ശ്രദ്ധേയവുമായ ഒരു ഇന്ത്യയെ വളർത്തിയെടുക്കുകയാണ് രാജ്യത്തിന്റെ ലക്ഷ്യം. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.